Hola amigos, ¿cómo están? ഞങ്ങൾ ഇതുവരെ ഉണ്ടായത് കസോളിലെ ഗ്രഹൻ വില്ലേജിലായിരുന്നു. ഗ്രഹൻ വില്ലേജിൽ 3 ദിവസത്തിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ എവിടുക്ക പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ഇനി കസോളിൽ നിന്ന് മണാലിക്കാണ് പോണത്. എന്തൊക്കെ പറഞ്ഞാലും ഗ്രഹൻ വില്ലേജിൽ ഈ 3 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. അമ്മതിരി നേക്കേന് സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകാൻ തന്നെ തോന്നണില്ല. കാരണം അതിന് മാത്രം രസമുള്ള സ്ഥലമാണ് ഗ്രഹൻ വില്ലേജ്. കസോൾ പോണവരാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കണം. നല്ല മുടി. അങ്ങനെ പോകാനുള്ള വണ്ടി കാത്തുക്കുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തത്. വണ്ടിയാളവിടെ കുറേ നിരന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ നാളാവത് എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം 5 ആൾക്കാരായപ്പോൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് 8 കിലോമീറ്റർ ഫുൾ ഓഫ് റോഡാണ്. ഇങ്ങനെ ആടി പോവാം. അങ്ങനെ നമ്മൾ അടിയിലെത്തി, അതായത് കസോളിൽ ഇറങ്ങിയ പാടന്നെ നമുക്ക് മണാലിക്കുള്ള ബസ്സാണ് കിട്ടി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ അതിലാണ് കയറി. അങ്ങനെ 1:15 കയറിയ ബസ് 1:30 ആയപ്പോൾ എടുത്തു. എത്താല്ലേ ഓരോരുത്തർ ജീവിക്കാൻ പെടുന്ന പെടാപ്പാടേ. അങ്ങനെ 2-3 മണിക്കൂർ കുണ്ടും കൊയ്യെന്ന് പറഞ്ഞ വഴിക്കൂടെ യാത്ര ചെയ്ത അവസാനം നമ്മൾ കുളു ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പിന്നെ ഒരു കടലേറ്റുണ്ടാക്കിയ ഒരു സാധനം, പിന്നെ ബണ്ണും ഒരു ഫ്രൂട്ടും കഴിച്ച്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ബസ് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് മണാലി പോണ വഴിക്കിലാണെങ്കിൽ ഹോട്ട് എയർ ബലൂണും പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ 1:30 കസോളിൽ നിന്നെടുത്ത ബസ് 6:55 ആയപ്പോൾ മണാലിയിലെത്തി. അങ്ങനെ നമ്മൾ മണാലിയുടെ മണ്ണിൽ കലുകുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഇരുന്നിരുന്ന് കൊഞ്ഞ്. മണാലിയിലാണെങ്കിൽ പെരും തിരക്ക്, നിൽക്കാനും നടക്കാനും ഒന്നിനും സ്ഥലമില്ല. അങ്ങനെ മണാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. പോണ വഴിക്കിലാണെങ്കിൽ ഒരു പാനിപൂരി കണ്ടു, അപ്പോൾ അതും തിന്നു. ഗൈസ്, ഇപ്പോൾ സമയം 7:30 രാത്രി. ഇപ്പോഴും ഇവിടെ ഇരുട്ടായിട്ടില്ല. നമ്മളോടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇരുട്ടായിട്ടുണ്ടാവല്ലോ. ഇവിടെ 7:30 ഇവിടെ ഇരുട്ടായിട്ടില്ല. അങ്ങനെ അപ്പാർട്ട്മെൻറ്റ് പോണ വഴിക്ക് പിന്നെ ഒരു മാഗിമ്പാടിയും കഴിച്ച്, എന്നിട്ട് പിന്നെയും നടക്കാൻ തുടങ്ങി. ഏകദേശം 3.5 കിലോമീറ്റർ നമ്മൾ നടന്ന അവസാനം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മണാലിയിലെത്തി. ബാക്കി മണാലിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിലുണ്ടാവും. യൂട്യൂബിൻ്റെ ലിങ്ക് ബയോയിലുണ്ടാവും. അപ്പോൾ ശരി എന്നാ.